നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെയും മക്കളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ ഇഷ്ടമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന നിവിൻ തന്റെ ഫ്രണ്ടിനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് രാജേശ്വരി അങ്ങോട്ടേക്ക് വരുന്നത്. രാജേശ്വരി കേട്ടായിരുന്നു അവളുടെ വീടിന്റെ ജപ്തിയാണ്, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ കാവേരിയുടെ. ആ സമയത്ത് രാജേശ്വരി വന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണം നിനക്ക് അറിയില്ലല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നിവിൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാന് എടാ നിനക്ക് നാണം ഉണ്ടോടാ? വല്ലവൾമാരുടെ വീടിന്റെ ജപ്തിയാന്ന് പറഞ്ഞുകൊണ്ട് നീ ഇത്ര ബേബലാതിപ്പെട്ട് നടക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു. അമ്മേ അതൊന്നും അല്ല, ഒരു മാനുഷിക പരിഗണന വെച്ച്. എന്ത് മാനുഷിക പരിഗണന? അല്ല വിനീതിന്റെ അമ്മാവന്റെ മോളല്ലേ, അവരുടെ വീടല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. അവരുടെ വീട് പോയിട്ട് നിനക്കെന്താ പ്രശ്നം? നിന്റെ വീടാണോ ജപ്തി ചെയ്യാൻ പോകുന്നത്? അല്ലല്ലോ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൂടുതൽ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് നീ വിചാരിക്കരുത്. ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. ഒന്നുമല്ലേലും ഞാൻ നിന്റെ അമ്മയല്ലേന്ന് ചോദിച്ചു. അമ്മേ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാന്നുള്ളതാ. എങ്ങനെ രക്ഷിക്കണമെന്ന് നീ പറയണേ? നീ കൂടുതലൊന്നും പറയണ്ട. അതല്ലമ്മേ, ആ വീട് 30-30 ലക്ഷം രൂപയെങ്കിലും വേണം തിരികെ പിടിക്കാനായിട്ട്. അവര് പാവങ്ങളാമേ, എങ്ങോട്ട് പോണെന്ന് അറിയില്ല. അവരാണെങ്കിൽ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്നും അവരെ ഇറക്കി വിട്ട മട്ടില്ല. എടാ എങ്ങനെ ഇറക്കി വിടാതിരിക്കും? അവളുടെയൊക്കെ അഹങ്കാരം ചില്ലറയാണോ? അവൾ ആരാന്നും പറഞ്ഞ് നടക്കുമായിരുന്നു ആ കാവേരി എന്ന് പറയുന്നവള്. ഇവിടെ വന്ന് എന്നെ വെല്ലു വിളിച്ചിട്ട് പോയതാ. എന്നിട്ടിപ്പൊ എന്തു പറ്റി? തെരുവിലേക്ക് ഇറങ്ങിയില്ലേ? എടാ അഹങ്കാരം കാണിക്കുന്നവളുമാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥ. അമ്മ ഒരു പെണ്ണല്ലമ്മേ, എന്നിട്ട് എങ്ങനെ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയാൻ കഴിയുന്നു? എടാ അഹങ്കാരം എടുത്ത് കളയുവാണെങ്കിൽ ആർക്കും നല്ല അന്തസ്സോടെ ജീവിക്കാൻ പറ്റും. അവളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവൾ ഒറ്റയൊരുത്തി മതിയല്ലോ ആ കുടുംബം മുഴുവൻ ഇല്ലാതാവാനായിട്ട്. അല്ലെങ്കിൽ ഞാനൊന്നും പെട്ടെന്നൊന്നും മറക്കത്തൊന്നുമില്ല. എന്തൊക്കെയായിരുന്നു ആ അരവിന്ദൻ ഉണ്ടായിരുന്ന സമയത്ത്. ജയപാലേട്ടനുമായിട്ട് എന്തൊരു അടുപ്പമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിവിന് നല്ല ദേഷ്യം വന്നു. നിവൻ പറഞ്ഞു, അല്ലെങ്കിലും ആ അരവിന്ദനങ്ങൾ മരിച്ചു പോയതോട് കൂടിയിട്ട് ജയപാലനങ്ങൾ കൈയൊഴിഞ്ഞു മട്ട. ഇപ്പൊ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ശരിക്കും പറഞ്ഞ അതിനു മുമ്പ് എപ്പോഴും അവിടെ പോയിക്കൊണ്ടിരുന്ന അങ്കിള. ഇത് കേട്ടപ്പം രാജേശ്വരി പറഞ്ഞു, ഇനിയിപ്പം നീ എന്റെ അങ്ങളുടെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ചോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെയുള്ള നിന്റെ പോക്കങ്ങൾ നിർത്തിയാരെ എന്ന് പറഞ്ഞു. അമ്മ ഞാനതിന് അങ്ങോട്ടേക്ക് പോകുന്നൊന്നുമില്ല. പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട. അറിയാലോ നിനക്കല്ലേ തന്നെ ഇവിടെ നോക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ നീ അങ്ങോട്ട് നോക്കിയാൽ മതി. അതും പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞിട്ട് രാജേശ്വരി അങ്ങോട്ട് പോയി. യമിന് ഭയങ്കര സങ്കടമായി. എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ ഒന്ന് സഹായിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? 10-30 ലക്ഷം രൂപ വേണം. കുടിശ്ശിക തന്നെ 10 ലക്ഷം രൂപ അടുത്തുണ്ട്. എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയത്തുണ്ടായിരുന്നില്ല. യമിനാണെങ്കിലും സഹായിക്കാൻ പറ്റുന്നില്ലോ എന്നൊരു ചിന്തയായിരുന്നു. ആ സമയം നിളയും യമിനെയും കൂടെ അവിടെയുള്ള ആറ്റിലേക്ക് കുളിക്കാനും അലക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നേ. അപ്പൊ തുണിയൊന്നും വീട്ടിൽ കഴുകാനായിട്ട് സുജാത സമ്മതിക്കില്ല. എല്ലാം ആറ്റിൽ കൊണ്ട് കഴുകിക്കണം. അങ്ങനെ യമുന തുണി കഴുകിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് നിള കുറച്ച് തുണിയൊക്കെ കഴിയിട്ട് അത് കൊണ്ട് പാറയിൽ വിരിച്ചിടാനായിട്ട് അങ്ങോട്ട് പോയി. പിന്നീട് വിരിച്ചിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് യമുന പറഞ്ഞു, അതെ പതുക്കെ ചെയ്താൽ മതി, നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്ത് മോളെ നീ അങ്ങോട്ടേക്ക് മാറിയിരുന്നു, ആ തണലത്ത് എവിടെയെങ്കിലും പോയിരുന്നു, ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞു. വേണ്ട ചേച്ചി, ചേച്ചി തന്നെ ഇതെല്ലാം കഴുകി വിരിക്കണ്ടേ, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞിട്ടാണ് നിളെ അതൊക്കെ ചെയ്യുന്നത്. നിളയെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതിൽ യമുനയ്ക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ നിള സമ്മതിച്ചില്ല. ഒടുവില് നിള തുണിയൊക്കെ വിരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും പെട്ടെന്ന് നിളയ്ക്ക് കണ്ണകത്ത് ഇരുട്ട് കയറുന്ന പോലെ തോന്നി. തല ഇറങ്ങുന്ന പോലെ തോന്നി. നിള എടുത്തടിച്ച പാറയിലേക്ക് ഒരു ഒറ്റ വീഴ്ചയായിരുന്നു. ശബ്ദം കേട്ട് യമുന തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേനും തന്റെ അനുജത്തി നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ച കണ്ടേ. ഓടി യമുന അങ്ങോട്ട് വന്നു. മോളെ നിളയെന്ന് പറഞ്ഞ് കുലുക്കി വിളിക്കുക. പക്ഷെ നിളയ്ക്ക് ബോധം ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആരെങ്കിലും ഓടി വരണമെന്ന് പറഞ്ഞ് അലറി വിളിച്ചു. ആര് കേൾക്കാനായിട്ടാ? ആ പരിസരത്തെങ്ങും ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും ഇല്ലായിരുന്നു. ഒടുവില് നിളയെ കോരിയെടുക്കുകയാണ് യമുന. അങ്ങനെ വാരി എടുത്തുകൊണ്ട് ഓടുവാണ്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇവളുടെ ജീവൻ ആപത്താന്ന് മനസ്സിലായി. അങ്ങനെ ചെന്ന് വഴിയിലേക്ക് എന്നിട്ട് വണ്ടിയൊന്നും കാണുന്നില്ല. അപ്പോഴേക്കും നിളേനെ തോളത്ത് വെച്ചുകൊണ്ട് യമുന ഓടുവാണ്. ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണേ, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി എന്തെങ്കിലും കിട്ടണം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ. പക്ഷെ ഒരു വണ്ടി പോലും വരുന്നുമില്ല. 1-2 വണ്ടിക്ക് കാണിച്ചെങ്കിലും അവരൊന്നും നിർത്തിയതുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കാണ് ഒരു കാർ എന്നോട് ചീറിപ്പാഞ്ഞു വരുന്നത്. പെട്ടെന്ന് തന്നെ യമുന രണ്ടും കൽപ്പിച്ച് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുവാണ്. ആ കാർ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. അത് ആരും ആയിരുന്നില്ല, നമ്മുടെ നായകൻ നരനായിരുന്നു അതിലൂടെ വന്നത്. എന്താന്ന് ചോദിച്ചു. അതെ ഇതിന്റെ അനുജത്തിയാണ്. ഞങ്ങൾ ആറ്റി തുണി കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവള് തല ഇറങ്ങി വീണു. എന്നെ ഒന്ന് രക്ഷിക്കാവോ? ആ ഹോസ്പിറ്റൽ വരെ ഇനി ഒന്ന് കൊണ്ടേ ആക്കാവോന്ന് ചോദിച്ചു.
പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞു കയറാൻ പറഞ്ഞു. പിന്നീട് അവനും കൂടെ കൂടിയിട്ട് നിളയെ അങ്ങോട്ട് കയറ്റി കിടത്തുവാണ് കാറിലേക്ക്. അതിനുശേഷം കാർ ചീറിപ്പാഞ്ഞ് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആ സമയത്തൊക്കെ യമുനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. യമുനയുടെ ചങ്ക് കത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ചെന്നാൽ മതി, തൻ്റെ അനുജത്തിക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ആ സമയത്ത് കാവേരിയും ഗംഗയും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാടൊരു ടെൻഷനായിപ്പോയി. 10-30 ലക്ഷം രൂപയാണ് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടത്. ആ പണത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നൊരവസ്ഥ. ഒന്നും രണ്ടുമല്ല, 30 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കണം. കുടിശ്ശിക അടച്ചാലും ആ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. ഫുൾ എമൗണ്ട് അടയ്ക്കാതെ ആ വീട് വിട്ടു തരത്തില്ലെന്ന ബാങ്കുകാർ പറയണേ. ഇതെല്ലാം അവരുടെ ഓരോ കളികളാന്നുള്ള കാര്യം കാവേരിക്ക് മനസ്സിലായി. കാവേരി അത് ഗംഗയോട് പറയുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചേച്ചി, ഇനിയിപ്പം നമ്മൾ പെട്ടുപോയതള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിഷമിച്ച് എന്തേലും വഴി ഉണ്ടാകുമായിരിക്കും, നമുക്ക് വീട്ടിൽ ചെന്ന് അമ്മയായിട്ട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് തിരികെ പോരുവാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കാറ് ചീറിപ്പാഞ്ഞ് ചെല്ലുവാണ്. നരനോടിച്ച് കാറ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അറ്റൻഡർ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴേക്കും അറ്റൻഡർ പെട്ടെന്ന് സ്ട്രെച്ചറൊക്കെ ആയിട്ട് വന്നു. നീളെ അതിലേക്ക് കിടത്തി. അങ്ങനെ ഒടുവിൽ അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് യമുനയൊക്കെ ചേർന്നിട്ട്. ആ സമയത്ത് യമുന നോക്കിക്കഴിഞ്ഞപ്പോൾ കൂടെ വന്ന് തന്നെ ഇവിടെ തൻ്റെ കുഞ്ഞു പെങ്ങളെ ഇവിടം വരെ രക്ഷിച്ചുകൊണ്ട് വന്നേ അയാൾ പോയി കാറിലേക്ക് കയറുന്ന കാഴ്ച കണ്ട് അയാളോട് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതിനുള്ള സമയമല്ലല്ലോ. പെട്ടെന്ന് തന്നെ ഒബ്സർവേഷനിലേക്ക് കയറ്റുവാണ് നിളയെ. അങ്ങനെ പരിശോധിച്ചു. ഡോക്ടർ പരിശോധിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയിലാണ് യമുന അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് യമുനയ്ക്ക് തോന്നി കാവേരിനെയൊക്കെ വിളിച്ചു പറഞ്ഞാലോ. പക്ഷെ കൈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. തുണി കഴുകാനായിട്ട് പോയതായിരുന്നല്ലോ. പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ചേട്ടനോട് ചേട്ടാ ആ ഫോണും തരാമെന്ന് ചോദിച്ചു. എനിക്ക് ഇനി വീട്ടിലേക്ക് ഒന്ന് വിളിക്കാനാന്ന് പറഞ്ഞു. ഒടുവിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ കാവേരിയെ വിളിക്കുവാണ്. കാവേരിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം. ഹോസ്പിറ്റലിലേക്കോ? എന്താ എമിനെ എന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. നിളയെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കാവേരിയൊക്കെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ ഗംഗയും കൂട്ടിക്കൊണ്ട് കാവേരിയും ഗംഗയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഈ സമയം ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് മരുന്നൊക്കെ തന്നുവിടാം. ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആളുടെ ബോഡി നല്ല വീക്കായിരുന്നു. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടാവാനുള്ള സാഹചര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം തുണി കഴുകാൻ പോയതായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ വെയിൽ കൊണ്ടുകൊണ്ടായിരിക്കും, എന്നാലും 2-3 ടെസ്റ്റും കൂടെയൊക്കെ നടത്തി നോക്കണം ഇനി ഇത് ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരിയും ഗംഗയൊക്കെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ഈ സമയം നിളയ്ക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നു. നിളയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് അവർക്കും ഒരു സമാധാനമായത്. അങ്ങനെ നിളയാൻ കൂട്ടിയിട്ട് അവർ വീട്ടിലേക്ക് പോരുന്നുണ്ട്. ആ സമയത്ത് ഗംഗ പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ചു പോയി ഒരു നിമിഷം. യമുന പറഞ്ഞു, അല്ല ഞാനും പേടിച്ചു പോയായിരുന്നു. കൃത്യസമയത്ത് ഒരു ചേട്ടൻ ഞങ്ങളെ ഇവിടെ കൊണ്ട് എത്തിച്ചെന്ന് പറഞ്ഞു. ചേട്ടനോ? അതെ, നന്ദി പറയാൻ പോലും പറ്റിയില്ല കാവേരി ചേച്ചി. അതിനു മുമ്പ് അയാൾ പോയി കഴിഞ്ഞു. എങ്ങോട്ടാ പോയത് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞ്, കൃത്യസമയത്ത് തന്നെ ആരെങ്കിലും വന്നല്ലോ. ഇതാ പറഞ്ഞേ അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ടെന്ന്. നമുക്കൊരു ആപത്ത് സംഭവിക്കാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛന് വെറുതെ ഇരിക്കാനും പറ്റില്ല. അച്ഛൻ നമ്മളോടൊപ്പം ചേരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ നിളയെ ഇത്രയും പെടുന്നതിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിളയെ ചേർത്ത് പിടിച്ചോണ്ട് അങ്ങനെ അവർ വീട്ടിലേക്ക് പോകണം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഒരു തീരുമാനം എടുക്കും. ഹോസ്പിറ്റലിൽ പണം അടയ്ക്കാനായിട്ട് സ്വർണം കൊണ്ടേ വിൽക്കുകയോ പണയം വെക്കുകയോ എന്തെങ്കിലും ചെയ്യണമെന്ന്. ഗംഗയ്ക്ക് വേണ്ടി കുറെ സ്വർണം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സ്വർണം കഴുത്തിനിട്ട് ഇടുന്നിട്ട് കാര്യമില്ല, വീട് തിരികെ പിടിക്കുക, അതായിരുന്നല്ലോ അവരുടെ ലക്ഷ്യം. ഇവിടെ ഒരു ചാരത്തിക്ക് അത് സമ്മതിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.